ഇത്രയും നിസാരമായ ദുനിയാവിനു വേണ്ടി നമ്മൾ ഇത്രത്തോളം പാടുപെടുന്നു, പണിയെടുക്കുന്നു, പരിശ്രമിക്കുന്നു, ഉറക്കം കളയുന്നു, സമയം ചെലവ് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി ബാക്കിയുള്ളത് വിശാലമായൊരു ജീവിതമാണ്, പരലോക ജീവിതം. അതിനാണ് മുഖ്യ പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഈ ഐഹിക ജീവിതത്തിനാണ്. നിങ്ങൾ ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വളരെ കൃത്യമായ ഒരു ഉദാഹരണം കൂടി പഠിപ്പിച്ചു. സ്വഹാബത്തിന്റെ കൂടെ നബി പോകുമ്പോൾ പറയാണ്, ഒരു വെള്ളം, ആ വെള്ളം കണ്ടപ്പോൾ നബി പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നിങ്ങളുടെ കൈവിരല് വെള്ളത്തിൽ മുക്കിയെടുക്കൂ, ഇതുപോലെയാണ് ദുനിയാവ്. ഒരുപാട് വെള്ളമുണ്ട്, ഒരു നദിയായിരിക്കാം, നമ്മുടെ വിരലിങ്ങനെ വെള്ളത്തിൽ മുക്കിയെടുത്താൽ എന്താ ഉണ്ടാവുക? ചിലപ്പോൾ കുറച്ച് സമയം ഉണ്ടാവും. ഇതാണ് ദുനിയാവ്, ആ വെള്ളമാണ് ആഖിറം. വിശാലമാണ്. എത്രയോ കാലം നമ്മൾ കിടക്കണം ഖബറിൽ. ആ ഒറ്റക്ക് കിടക്കുമ്പോ ഈ കുറഞ്ഞ സമയത്ത് ചെയ്തതാണ് ഉണ്ടാവുക എന്നുള്ള ബോധം നമുക്കില്ല. മറിച്ച് നമുക്കുള്ള എന്താ? ഈ കുറഞ്ഞ സമയത്ത് സുഖിക്കണം എന്ന ബോധം മാത്രം. വിശാലമായ ഒരുപാട് കിടക്കേണ്ട ഖബറിനെ കുറിച്ചുള്ള ബോധം, അതിനുവേണ്ടി പണിയെടുക്കണില്ല, മറിച്ച് കുറച്ച് സമയത്തിനു വേണ്ടി പണിയെടുക്കുന്നു. ഇത് ചിന്തിപ്പിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ.